മജ്ജ്മനികായ 147 ചൂള രാഹുലോവാദ സൂത്ത്. ഗൃഹസ്ഥാശ്രമത്തിൽ ഭഗവാന്റെ പുത്രനായിരുന്നു ആയുഷ്മാൻ രാഹുലൻ. ആ ആയുഷ്മാൻ രാഹുലിന് നിർവ്വാണം ലഭിക്കാനായിട്ടുള്ള ഉപദേശമാണ് ഈ ഉപദേശം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ഒരിക്കൽ ഭഗവാൻ ഒറ്റയ്ക്ക് ധ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചിന്ത കടന്നു വന്നു. നിർവ്വാണത്തിന് യോഗ്യമായിട്ടുള്ള ഗുണങ്ങൾ രാഹുലിൻ്റെ മനസ്സിൽ പരിപൂർണമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ രാഹുലിന് ആസവങ്ങൾ ക്ഷയിപ്പിക്കാനുള്ള മാർഗത്തിലേക്ക് ഞാൻ രാഹുലിനെ നയിച്ചുകൂടാ? അതിനുശേഷം രാവിലെ ഭഗവാൻ ചീവരം അണിഞ്ഞ് ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് ശ്രാവസ്തിയിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങി. ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണശേഷം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ആയുഷ്മാൻ രാഹുലിനോട് ഇങ്ങനെ പറഞ്ഞു: രാഹുല, ഇരിക്കാനുള്ള വസ്ത്രം എടുക്കുക. നമുക്ക് ദിനത്തിലുള്ള ധ്യാനത്തിനായിട്ട് അന്തവനത്തിലേക്ക് പോവുക. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആയുഷ്മാൻ രാഹുലൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം ഇരിക്കാനുള്ള വസ്ത്രവും എടുത്ത് അദ്ദേഹം ഭഗവാന്റെ പിന്നാലെ പോയി. ആ സമയത്ത് ആയിരക്കണക്കിന് ദേവതകളും ഭഗവാന്റെ പിന്നാലെ പോയി. അവർ ഇങ്ങനെ വിചാരിച്ചു, ഇന്ന് ഭഗവാൻ ആയുഷ്മാൻ രാഹുലിൻ്റെ മനസ്സിൽ ബാക്കിയുള്ള ആസവങ്ങളെ നീക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഭഗവാൻ അന്തവനത്തിൻ്റെ വളരെ ഉള്ളിൽ പോയി. എന്നിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു. ആയുഷ്മാൻ രാഹുലിനും ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. ഭഗവാൻ ആയുഷ്മാൻ രാഹുലിനോട് ഇങ്ങനെ പറഞ്ഞു: രാഹുല, എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? ചക്ഷു അല്ലെങ്കിൽ കണ്ണ് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. അത് അനിത്യമാണെങ്കിൽ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നാശവാനാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ കരുതാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമി അത്താദി, ഇത് എൻ്റെ അത്തയാണ് എന്ന്. അത്ത എന്ന് പറയുമ്പോൾ സ്വയം നമ്മൾ. ഇല്ല ബന്ദേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? രൂപം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നാശവാൻ ആകുന്നതാണ് എങ്കിൽ അതിനെ ഇങ്ങനെ നമ്മൾക്ക് കരുതാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന്. ഇല്ല ബന്ദേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ചക്ഷുവിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. അത് അനിത്യമാണെങ്കിൽ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശമാകുന്നതാണോ അതിനെ ഇങ്ങനെ നമ്മൾക്ക് വിചാരിക്കാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമേ അത്താദി, ഇത് എൻ്റെ അത്ത ആണ് എന്ന്. ഇല്ല ബന്ദേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ചക്കു സംഫസ്സ, അതായത് ചക്ഷുവിൻ്റെ സ്പർശം, അത് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശവാനാണോ അതിനെ നമ്മൾക്ക് എങ്ങനെ കരുതാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമി അത്താദി, ഇത് എൻ്റെ അത്തയാണ് എന്ന്. ഇല്ല ബന്ദേ. രാഹുല, താങ്കൾ എന്താണ് കരുതുന്നത്? ചക്ഷുവിൻ്റെ സ്പർശം മൂലം ഉണ്ടാകുന്ന വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, അത് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. അത് അനിത്യമാണെങ്കിൽ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നാശമാകുന്നതാണ് എങ്കിൽ അതിനെ നമ്മൾക്ക് ഇങ്ങനെ കരുതാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന്. ഇല്ല ബന്ദേ. ഇവിടെ നമ്മൾക്ക് 6 ആയുധനങ്ങളുണ്ട്, അതായത് ഇന്ദ്രിയങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ ആയുധനമായിട്ടുള്ള കണ്ണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം കണ്ണിനെ കുറിച്ച് പറഞ്ഞു. അത് അനിത്യമാണ്, ദുഃഖമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ കണ്ണ് കാണുന്നത്, കണ്ണിൻ്റെ വിഷയം എന്ന് പറയുന്നത് രൂപമാണ്. അപ്പോൾ രൂപവും അനിത്യമാണ് എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ചക്ഷുവിലുണ്ടാകുന്ന വിജ്ഞാനം, അതായത് രൂപം ചക്ഷുവിൽ സ്പർശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിജ്ഞാനം, അതും അനിത്യമാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് പറയുന്നത് ചക്ഷുവിൻ്റെ സ്പർശത്തെയാണ്.
അതും അനിത്യമാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞു. അതുമൂലം ചക്ഷുവിൻ്റെ സ്പർശത്തിൽ നിന്ന് മനസ്സിൽ ഉണ്ടായിട്ടുള്ള വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇതും അനിത്യമാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന എല്ലാം തന്നെ. ഞാനതിനെ വിശദമാക്കുന്നില്ല. ചെവിയുടെ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ആദ്യം സ്രോതം അതിനെപ്പറ്റി പറയുന്നു, പിന്നെ ശബ്ദം എന്ന് പറയുന്നു, പിന്നെ സ്രോതവിജ്ഞാനം എന്ന് പറയുന്നു, അതിനുശേഷം സ്രോതത്തിൻ്റെ സ്പർശം എന്ന് പറയുന്നു, പിന്നെ സ്രോതത്തിൻ്റെ സ്പർശത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇതെല്ലാം അനിത്യമാണ്, അതാണ് പറയുന്നത്. അതിനാൽ ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. സൂത്രം ഒരുപാട് ദീർഘമായിട്ടുള്ളത് പോവും. ഞാൻ അവസാനത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സിൻ്റെ കാര്യം മാത്രം വീണ്ടും ആവർത്തിക്കാം. ആനന്ദ, താങ്കൾ എന്താണ് കരുതുന്നത്? സ്രോതം അല്ലെങ്കിൽ ചെവി നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഘാണം അല്ലെങ്കിൽ മൂക്ക് നിത്യമാണോ അനിത്യമാണോ? രാഹുല, ജിവ്വ അല്ലെങ്കിൽ നാവ് അനിത്യമാണോ നിത്യമാണോ? കായ അല്ലെങ്കിൽ ശരീരം നിത്യമാണോ അനിത്യമാണോ? മനസ്സ് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നാശവാനാണ് എങ്കിൽ അതിനെ ഇങ്ങനെ നമ്മൾക്ക് കരുതാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. യേസോഹമസ്മി, ഞാൻ ഇതാണ്. യേസോമേ അത്താദി, ഇത് എൻ്റെ അത്തയാണ് എന്ന് ഇല്ല ബന്ധേ. രാഹുല, എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? ധർമ്മം നിത്യമാണോ അനിത്യമാണോ? മനസ്സിലുണ്ടാകുന്ന കാര്യത്തെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. രാഹുല, ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശവാനാണോ അതിനെ നമ്മൾ ഇങ്ങനെ കണക്കാക്കാൻ സാധിക്കുമോ? ഏതം മമ, ഇത് എൻ്റേതാണ്. യേസോഹമസ്മി, ഇത് ഞാനാണ്. യേസോമേ അത്താദി, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് ഇല്ല ബന്ധേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? മനോവിജ്ഞാനം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശമുണ്ടാക്കുന്നതാണോ അതിനെ നമ്മൾക്ക് ഇങ്ങനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന് ഇല്ല ബന്ധേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? മനോസംഫസ്സ, അതായത് മനസ്സിൻ്റെ സ്പർശം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നാശവാനാണ് എങ്കിൽ അതിനെ നമ്മൾക്ക് ഇങ്ങനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ അത്താണ് എന്ന് ഇല്ല ബന്ധേ. രാഹുല, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? മനസ്സിൻ്റെ സ്പർശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇത് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. അത് അനിത്യമാണെങ്കിൽ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ നാശവാനാണോ അതിനെ നമ്മൾക്ക് ഇങ്ങനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇതെൻ്റെ ആത്ത ആണ് എന്ന് ഇല്ല ബന്ധേ. ഇങ്ങനെ കാണുന്ന സമയത്ത് രാഹുല, ജ്ഞാനിയായിട്ടുള്ള ഒരു ആര്യശ്രാവകൻ ചക്ഷുവിൽ നിന്ന് അനാസക്തനാവുന്നു, രൂപത്തിൽ അനാസക്തനാവുന്നു, ചക്ഷു വിജ്ഞാനത്തിൽ അനാസക്തനാവുന്നു, ചക്ഷു സ്പർശത്തിൽ അനാസക്തനാവുന്നു, ചക്ഷുവിൻ്റെ സ്പർശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള വേദന, സംജ്ഞ, സംഖാരം, വിജ്ഞാനം ഇതിൽ നിന്നെല്ലാം അനാസക്തനാവുന്നു. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. അതായത് കാതിൽ അനാസക്തനാവുന്നു, പിന്നെ ശബ്ദത്തിൽ അനാസക്തനാവുന്നു, സ്രോതവിജ്ഞാനത്തിൽ അനാസക്തനാവുന്നു, സ്രോതസ്പർശത്തിൽ അനാസക്തനാവുന്നു, സ്രോതസ്പർശം മൂലം ഉണ്ടായിട്ടുള്ള വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇതിൽ നിന്നെല്ലാം അനാസക്തനാകുന്നു. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. മൂക്കിൽ അനാസക്തനാവുന്നു, നാവിൽ അനാസക്തനാവുന്നു, ശരീരത്തിൽ അനാസക്തനാവുന്നു, മനസ്സിൽ അനാസക്തനാവുന്നു, മനസ്സിൻ്റെ ധർമ്മത്തിൽ അനാസക്തമാവുന്നു, മനസ്സിൻ്റെ വിജ്ഞാനത്തിൽ അനാസക്തനാവുന്നു, മനസ്സിൻ്റെ സ്പർശത്തിൽ അനാസക്തനാവുന്നു, മനസ്സിൻ്റെ സ്പർശം മൂലം ഉണ്ടായിട്ടുള്ള വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇതിലും അനാസക്തനാവുന്നു. നിബിന്ദം വിരജതി, അനാസക്തനായി കഴിഞ്ഞാൽ രാഗമില്ലാതാവുന്നു. വിരാഗ വിമുച്ഛതി, രാഗമില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിമുക്തനാകുന്നു. വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി, ഏതൊരു വ്യക്തി വിമുക്തനായോ വിമുക്തനായി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ പുനർജന്മം അവസാനിച്ചു,
എൻ്റെ ആധ്യാത്മിക ജീവിതം പൂർത്തിയായി. ഏതൊന്ന് ചെയ്യണമോ ചെയ്തു. ഇനി എനിക്ക് ഒരു ഭവത്തിലും പുനർജന്മം ഉണ്ടാകില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആയുഷ്മാൻ രാഹുലൻ സന്തുഷ്ടനായി, ആ ഉപദേശത്തിൽ തൃപ്തനായി. ഈ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയുഷ്മാൻ രാഹുലിൻ്റെ മനസ്സ് ഒട്ടിപ്പിടിക്കൽ ഇല്ലാത്തതിനാൽ ആസവങ്ങളിൽ നിന്ന് ചിത്തം വിമുക്തമായി. അനുപാതായ ആസവേഹി ചിത്തം വിമുച്ചതി. ആസക്തിയില്ലാത്തതിനാൽ ആസവങ്ങളിൽ നിന്ന് ചിത്തം വിമുക്തമായി. അതേപോലെ തന്നെ ആയിരക്കണക്കിന് ദേവതകളിൽ വിരജം വീതമലം ധമ്മം ചക്കും ഉദപാതി, കളങ്കമില്ലാത്ത മലമില്ലാത്ത ധർമ്മചക്ഷു ഉൽപ്പന്നമായി. യം കിഞ്ചി സമുദയധമ്മം സബ്ബം തം നിരോധധമ്മന്തി. ഏതൊന്ന് സമുദയമാകുന്നോ, അതായത് ഉണ്ടാകുന്നുവോ, അതെല്ലാം അവസാനിക്കും എന്ന് പറയുന്ന ആ ജ്ഞാനചക്ഷു എല്ലാ ദേവതകളിലും ഉണ്ടായി. അതായത് അവരെല്ലാം നിർവ്വാണം നേടി എന്നാണ് അർത്ഥം. ചൂള രാഹുലവാദ സൂത്ത നിത്യതം. സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾ പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.